ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോപ്പാണ് കേട്ടോ. നമ്മൾ ആര്യവേപ്പിൻ്റെ ഒരു സോപ്പാണ്. അപ്പോൾ ഈ ഒരു പതയൊന്നും കണ്ടിട്ടോ ഒന്നും വിചാരിക്കണം, നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മഞ്ചുഷ്ട സോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. നമ്മൾ ലോങ് വീഡിയോ ഇതേവരെ ഇട്ടിട്ടില്ല കേട്ടോ, സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പം ഞാനിത് ആര്യവേപ്പിൻ്റെ നല്ല നീര് പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ. നല്ല കയ്പ്പാണ്. അപ്പോൾ നമുക്ക് വേറെ പാത്രങ്ങളിലൊക്കെ ആകുമ്പോൾ നല്ലോണം ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ബേസിന് ഇതുപോലെ ചെറുതാക്കി ചെറിയ കട്ടകളാക്കി വെച്ചിട്ടുണ്ട്. ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം മെൽട്ടായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ എസെൻസ് ആണ് കേട്ടോ. എസെൻസ് ഏത് തരത്തിലുള്ളത് നമുക്ക് സോപ്പ് വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ആര്യവേപ്പിൻ്റെ 2-3 ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഉണ്ടാക്കണ വീഡിയോ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊന്നും കൂടി ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കുറച്ച് വലിപ്പം കൂടുതലാണ് തോന്നിയപ്പോൾ ഒന്നുകൂടി ചെറുതാക്കുകയാണേ, നമുക്ക് മെൽട്ടായിട്ട് വേഗം കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതിനൊക്കെ നിൽക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ അടുക്കള പണി എടുക്കലും ആ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കുക അങ്ങനെയുള്ളതൊന്നും ചെയ്യരുത് കേട്ടോ. ഈ ഒരു ബേസിൻ പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ സോപ്പിൻ്റെ പോലെയല്ല, നമ്മുടെ ബേസിനിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ നമ്മൾ ഉരുകി വരുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അത് മെൽറ്റാക്കാൻ വേണ്ടി പാത്രത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഉള്ളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പാത്രം വെക്കാൻ പറ്റുള്ളൂ. വലിപ്പമുള്ള പാത്രം വെച്ചാൽ നമുക്ക് ബേസ് ഉരുകി കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെറിയൊരു പാത്രത്തിലാണ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നൊരു ചെറിയൊരു പാത്രം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം, നമ്മുടെ പുറത്തുനിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് മാറ്റി വെക്കണം. പിന്നെ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇത് 3 ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു പതയൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കുളിക്കുമ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പത പോവുമല്ലോ, അപ്പോൾ അതൊന്നും വിഷയമാക്കണ്ട. നമ്മൾ എന്തായാലും ഇത് പതപ്പിച്ചിട്ടല്ലേ നമ്മൾ കുളിക്കുന്നത്. പിന്നെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ അത്രയും കവറിങ്ങും വൃത്തിയിലായിട്ട് കൊടുക്കുക, അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ മഞ്ചുഷ്ടയുടെ സോപ്പ്. മഞ്ചുഷ്ടയുടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സോപ്പാണ് കേട്ടോ. നമ്മൾ മുഖത്ത് കുരുവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ അത് നമ്മൾക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ലേശം ഓയിൽ, നമ്മുടെ അടുത്ത് എന്താണ് ഓയിൽ വെച്ചാൽ അത് വേണമെങ്കിൽ ഒരു ലേശം, തോനെയൊന്നും ചേർക്കണ്ട, കുറച്ച്. അല്ലെങ്കിൽ നമ്മുടെ ബേസിൽ ഓയിലിൻ്റെ ഇതുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ലേശം വെളിച്ചെണ്ണ, നമ്മൾ ഒറിജിനൽ വെളിച്ചെണ്ണയല്ല വാങ്ങിയ എണ്ണയാണ് കേട്ടോ, നമ്മൾ ഒരു കുപ്പി. അപ്പം അത് ഒരു കുറച്ച് അത് ഞാനേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എസെൻസ് ഞാനതിൽ ലേശം ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചൂടോടെ അത് പാരുമ്പോൾ അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് പൊണ്ടച്ചിട്ടാണ് ഞാൻ ആര്യവേപ്പിൻ്റെ ഇലയുടെ നീരിൽ പാരുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം കേട്ടോ. എന്തുകൊണ്ടും ഉണ്ടാക്കാം. നമ്മൾ ബീട്രൂട്ടോ അല്ലെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ പപ്പായ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാത്തോ. പിന്നെ ഞാൻ പപ്പായ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മുന്നത്തെ. അതൊക്കെ കുറേ മുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഇത് മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. നല്ലോണം കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ കട്ട ആകുമ്പോൾ നമുക്കത് ബേസിൽ നമ്മുടെ അച്ചിലേക്ക് ഒഴിക്കുമ്പോൾ ഭയങ്കര ഇതാണ് കേട്ടോ. എൻ്റെ അടുത്ത് 3 അച്ചുണ്ട്. അത് പലതരം വലിപ്പത്തിലുള്ളതാണ് കേട്ടോ. നമ്മൾ ചതുരത്തിലുള്ളതുണ്ട്, പിന്നെ നമ്മൾ നല്ല ഭംഗിയുള്ള അച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇത് നമ്മുടെ നല്ല ഉരുകി വന്നതിന് ശേഷം നല്ല തിളക്കിണ്ട് കേട്ടോ വെള്ളം. അപ്പോൾ കുറച്ച് വെള്ളം വെക്കാൻ പാടും മേലേക്ക്, നമ്മുടെ ബേസിലേക്ക് വെള്ളത്തിൻ്റെ അംശമൊന്നും ആവരുത് കേട്ടോ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാവും. നമ്മുടെ സോപ്പ് ഉരുക്കി വരുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് നിർത്താൻ പാടില്ല. ഈ സാധനം നമ്മുടെ മേലൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികളുടെ മേലായ ഭയങ്കര ഇതാണ്. അപ്പോൾ അതൊക്കെ വേണം ശ്രദ്ധിക്കാൻ സോപ്പ് ഉണ്ടാക്കുമ്പോൾ. കുട്ടികളില്ലാത്ത സമയത്ത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ നമുക്ക് സോപ്പ് നമ്മുടെ വീട്ടിലുണ്ടാക്കി അത് ശുദ്ധമായിട്ടുള്ള നല്ല അടിപൊളി സോപ്പാവും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു അത് കണ്ടോ നല്ല ഗ്രീൻ കളറിൽ നമ്മൾ അതിലേക്ക് ഒഴിക്കുമ്പോൾ ഇനി അത് ലൈറ്റായിട്ട് കുറച്ചേ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് ആര്യവേപ്പിൻ്റെ എല്ലാം ഇങ്ങോട്ട് പാർന്നിട്ട് നമ്മൾ ഒരുപാട് നമുക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് പാരരുത്. നമ്മൾ കുറച്ച് പാർന്നിട്ട് നമ്മൾ അപ്പോഴല്ലേ സോപ്പിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. നമ്മൾ
ഉണ്ടാക്കി വരുമ്പോൾ. അപ്പം നല്ല ഇതിൽ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അപ്പം തന്നെ നമ്മൾ വേഗം ഒരുപാട് നേരം ഒന്ന് ഇളക്കുക, എന്നിട്ട് പിന്നെ വേഗം നമ്മൾ അച്ചിലേക്ക് ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോകും. നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കി ഫസ്റ്റിലുള്ള മണം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കുറേ കുളിച്ചിട്ട് ഒരുപാട് കഴിയുമ്പോൾ അതിൻ്റെ മണമൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതിന് നല്ലത് വേഗം നമ്മൾ പാരുക. അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് പാർന്നിട്ട് സെറ്റാക്കണം. അപ്പം അതിൻ്റെ ഇതും കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ വീട്ടിൽ എന്തുണ്ടാക്കുമ്പോഴും ഇതുപോലെ നമ്മൾ സ്വയമായിട്ട് നമ്മുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. തുളസിയുടെ ഇലയും കൊണ്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നല്ല അടിപൊളി സോപ്പാണേ. പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും നമ്മൾ കടകളിൽ നിന്ന് ചോദിച്ചിട്ടൊക്കെ വാങ്ങിയിട്ട് എന്തെങ്കിലും പൊടി ചേർത്തൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മുടെ അച്ചിലേക്ക് വെച്ചപ്പോൾ 2 അച്ചിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം 2 എണ്ണത്തേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം 3 എണ്ണം ഉണ്ടാക്കിയിട്ടില്ല, അപ്പം അങ്ങനെ 5 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ടോട്ടലായിട്ട് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല. അപ്പം അതുപോലെ മഞ്ചിഷ്ട സോപ്പും 6 എണ്ണം കിട്ടിയിരുന്നു. 5 എണ്ണം ഫുള്ള് നല്ല കട്ടയ്ക്കും, 6ാമത്തത് ചെറിയൊരു പീസേ കിട്ടിയുള്ളൂ കേട്ടോ. എന്നാലും 6 എണ്ണം കിട്ടി. നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു സോപ്പ് വാങ്ങുമ്പോൾ ലാഭം നോക്കുമ്പോൾ നമുക്ക് 5 എണ്ണയല്ലേ, അപ്പം നല്ല തന്നെയല്ലേ. നമുക്ക് നല്ല കെമിക്കലൊന്നും ഇല്ലാതെ നല്ല അടിപൊളി സോപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളൊന്ന് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എയറോ കാര്യങ്ങൾ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഒന്നിങ്ങനെ സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ഇതാണ് കേട്ടോ. നല്ല കവറിങ്ങോട് നമ്മൾ വൃത്തിയിൽ വെക്കണം, അല്ലെങ്കിൽ അത് നല്ല ബുദ്ധിമുട്ടാവും. നമുക്ക് പൊടിയൊക്കെ ആയിട്ടൊക്കെ നമ്മൾ മേലൊക്കെ കുളിക്കണതല്ലേ, അപ്പം നല്ല കവറിങ് വേണം കേട്ടോ. ഞാനങ്ങനെ കവറിങ് ഇതുപോലെ നമ്മുടെ ഒരു കവർ വാങ്ങിയിട്ടുണ്ട് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വൃത്തിയിൽ ആദ്യം നമ്മൾ സെൻറ്ററിൽ വെച്ച് പിന്നെ ഒരു വശം ഒന്ന് മടക്കി കൊടുക്കും. പിന്നെ ബാക്കി നമ്മൾ വെട്ടിയിട്ട് അതിൻ്റെ ആ ഒരു വശം കൂടി അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് ഒരു സോപ്പിൽ അങ്ങനെ പൊതിയും. പിന്നെ 3-4 സോപ്പ് ഞാൻ ഒന്നിച്ച് തോനുണ്ടെങ്കിൽ ഒന്നിച്ച് വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് വെക്കും കേട്ടോ. അപ്പം തന്നെ നമ്മൾ എപ്പോഴും കവർ ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടി അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ മേൽ തേക്കണതല്ലേ. അപ്പം നമ്മൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മളെ വീട്ടിൽ അടിപൊളിയായിട്ട് സോപ്പ് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. അപ്പം നമ്മുടെ ഇന്നത്തെ ലോങ് വീഡിയോ